जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭഗവത്ഗീത ഓവർവ്യൂവിന്റെ 18ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 17 ദിവസങ്ങളായിട്ട് ഭഗവത്ഗീത യഥാരൂപത്തിനെ അടിസ്ഥാനമാക്കി ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എസ് ടി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിനെ അടിസ്ഥാനമാക്കി 17 അധ്യായങ്ങൾ അവലോകനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അവസാന അധ്യായമാണ് നോക്കാനുള്ളത്. 18ാമത്തെ അധ്യായം കുറച്ച് വലിയ അധ്യായമാണ്. ഇതുവരെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവസാന അധ്യായത്തിൽ ഭഗവാൻ ഒന്നുകൂടി സംഗ്രഹിച്ച് പറയുന്നുണ്ട്, ഒന്ന് ചുരുക്കി പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ അധ്യായത്തിൽ 78 ശ്ലോകങ്ങളുണ്ട്. ഈ അധ്യായത്തിന് ശ്രീല പ്രഭുപാദർ നൽകിയിട്ടുള്ള പേര് സന്യാസത്തിന്റെ പരിപൂർണത എന്നാണ്. കാരണം അർജുനൻ സന്യാസത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ള ചോദ്യത്തോടു കൂടിയിട്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ഈ അധ്യായത്തിൽ മറ്റ് അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചുരുക്കി പറയുന്നു. അവസാനം ഭഗവത്ഗീത ശ്രവിച്ചതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഭഗവാൻ നിർദ്ദേശിക്കുന്നുണ്ട് ഈ അധ്യായത്തിൽ. ഈ അധ്യായത്തിന് നമുക്ക് വ്യത്യസ്ത ഭാഗങ്ങളായിട്ട് തിരിക്കാൻ സാധിക്കും. അധ്യായത്തിനെ 11 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഭാഗം 1 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളാണ്. 1 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളിൽ 1 മുതൽ 6 വരെയുള്ള ഭഗവത്ഗീതയിലെ 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളുടെ സംഗ്രഹമാണ് ഭഗവാൻ പറയുന്നത്. 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ കർമ്മമാർഗത്തിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ആ കർമ്മമാർഗം ഒന്നുകൂടി ചുരുക്കി ഭഗവാൻ പറയുകയാണ് ആദ്യത്തെ ഭാഗത്ത് 1 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളിൽ. രണ്ടാമത്തെ ഭാഗം 13 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളാണ്. രണ്ടാമത്തെ ഭാഗത്ത് 13 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളിൽ 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളുടെ ചുരുക്കമാണ്, സംഗ്രഹമാണ് ഭഗവാൻ പറയുന്നത്. 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളുടെ സംഗ്രഹം. മൂന്നാമത്തെ ഭാഗം 19 മുതൽ 40 വരെയുള്ള ഭാഗം. 19 മുതൽ 40 വരെയുള്ള ശ്ലോകങ്ങൾ. 19 മുതൽ 40 വരെയുള്ള ശ്ലോകങ്ങളിൽ ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ, ഒരു വ്യക്തിയുടെ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ഗുണങ്ങൾ ബാധിക്കുന്നത് എന്ന് ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഭാഗത്ത് 19 മുതൽ 40 വരെയുള്ള ശ്ലോകങ്ങളിൽ ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ഗുണങ്ങൾ ബാധിക്കുന്നത്, സത്വരജസ്തമോ ഗുണങ്ങൾ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് പറയുന്നു. നാലാമത്തെ ഭാഗം 41 മുതൽ 48 വരെയുള്ള ശ്ലോകങ്ങളാണ്. 41 മുതൽ 48 വരെയുള്ള ശ്ലോകങ്ങളാണ്. വർണ്ണാശ്രമ വ്യവസ്ഥയുടെ ഉദ്ദേശം എന്താണെന്ന് ആ ഭാഗത്ത് ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. വർണ്ണാശ്രമ വ്യവസ്ഥയുടെ ഉദ്ദേശം എന്താണ് എന്ന് നാലാമത്തെ ഭാഗത്ത് 41 മുതൽ 48 വരെയുള്ള ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നു. അഞ്ചാമത്തെ ഭാഗം 49 മുതൽ 55 വരെയുള്ള ശ്ലോകങ്ങളാണ്. 49 മുതൽ 55 വരെയുള്ള ശ്ലോകങ്ങളിൽ മുക്തി നേടിയതിനു ശേഷമാണ് കൃഷ്ണഭക്തി ലഭിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നു. മുക്തി നേടിയതിനു ശേഷമാണ് കൃഷ്ണഭക്തി ലഭിക്കുന്നത് എന്ന അഞ്ചാമത്തെ ഭാഗത്ത് 49 മുതൽ
55 വരെയുള്ള ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. ആറാമത്തെ ഭാഗം 56 മുതൽ 60 വരെയുള്ള ശ്ലോകങ്ങളാണ്. 56 മുതൽ 60 വരെയുള്ള ശ്ലോകങ്ങളിൽ ശുദ്ധഭക്തിയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. ആറാമത്തെ ഭാഗത്ത് 56 മുതൽ 60 വരെയുള്ള ശ്ലോകങ്ങളിൽ എങ്ങനെയാണ് ശുദ്ധഭക്തിയിൽ പ്രവർത്തിക്കേണ്ടത് എന്ന് ഭഗവാൻ പറയുന്നു. ഏഴാമത്തെ ഭാഗം 61 മുതൽ 63 വരെയുള്ള ശ്ലോകങ്ങളാണ്. 61 മുതൽ 63 വരെയുള്ള ശ്ലോകങ്ങളിൽ പരമപുരുഷനെ ശരണം പ്രാപിക്കുന്നതിലൂടെ പരമമായ ശാന്തി ലഭിക്കുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു. പരമപുരുഷനെ ശരണം പ്രാപിക്കുന്നതിലൂടെ പരമമായ ശാന്തി ലഭിക്കുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. ഏഴാമത്തെ ഭാഗത്ത് 61 മുതൽ 63 വരെയുള്ള ശ്ലോകങ്ങളിൽ. എട്ടാമത്തെ ഭാഗം 64 മുതൽ 66 വരെയുള്ള ശ്ലോകങ്ങളാണ്. 64 മുതൽ 66 വരെയുള്ള ശ്ലോകങ്ങളിൽ എങ്ങനെ ഭഗവാന്റെ ശുദ്ധഭക്തനാകാം എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെ ഭഗവാന്റെ ശുദ്ധഭക്തനാകാമെന്ന് എട്ടാമത്തെ ഭാഗത്ത് 64 മുതൽ 66 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നു. ഒമ്പതാമത്തെ ഭാഗം 67 മുതൽ 71 വരെയുള്ള ശ്ലോകങ്ങളാണ്. 67 മുതൽ 71 വരെയുള്ള ശ്ലോകങ്ങളാണ്. ഭഗവത്ഗീത പഠിക്കുന്നവരെയും പ്രചരിപ്പിക്കുന്നവരെയും ഭഗവാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്ന് ആ ഭാഗത്ത് ഭഗവാൻ പറയുന്നുണ്ട്. 67 മുതൽ 71 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവത്ഗീത പഠിക്കുന്നവരെയും പ്രചരിപ്പിക്കുന്നവരെയും ഭഗവാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു. പത്താമത്തെ ഭാഗത്ത് 72 മുതൽ 73 വരെയുള്ള ശ്ലോകങ്ങളിൽ 72-73 ശ്ലോകങ്ങളിൽ ഭഗവത്ഗീത കേട്ടതിന് ശേഷം അർജുനന്റെ തീരുമാനം എന്താണ് എന്ന് അർജുനൻ പറയുന്നതാണ്. പത്താമത്തെ ഭാഗത്ത് 72-73 ശ്ലോകങ്ങളിൽ ഭഗവത്ഗീത കേട്ടതിന് ശേഷം അർജുനന്റെ തീരുമാനം അർജുനൻ പറയുന്നതാണ്. 11ാമത്തെ ഭാഗം 74 മുതൽ 78 വരെയുള്ള ശ്ലോകങ്ങളിൽ അവസാനത്തെ ഭാഗം ഭഗവത്ഗീത ശ്രവിച്ചപ്പോൾ സഞ്ജയനുണ്ടായ അനുഭവങ്ങളാണ് സഞ്ജയൻ പറയുന്നത്. 11ാമത്തെ ഭാഗത്ത് 74 മുതൽ 78 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവത്ഗീത ശ്രവിച്ചപ്പോൾ സഞ്ജയനുണ്ടായ അനുഭവങ്ങൾ. എങ്ങനെ ഭഗവത്ഗീതയിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാൻ ചുരുക്കി വ്യത്യസ്ത അധ്യായങ്ങളിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് എന്നെല്ലാം ഭഗവാൻ ഈ അധ്യായത്തിൽ ചുരുക്കി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഭഗവത്ഗീതയിലെ ഏറ്റവും വലിയ രഹസ്യമായിട്ടുള്ള കാര്യം ഭഗവാനെ അംഗീകരിക്കുക, ഭഗവാനെ ശരണം പ്രാപിക്കുക, ഭഗവാന്റെ ഭക്തനാവുക എന്നുള്ള കാര്യമാണ്. ആ കാര്യം നേരത്തെ തന്നെ 9ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. രാജവിദ്യ രാജഗുഹ്യ യോഗം എന്നുള്ള 9ാമത്തെ അധ്യായത്തിൽ. അപ്പം അത് വീണ്ടും ഭഗവാൻ ഈ അധ്യായത്തിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരേ ശ്ലോകം 2 പ്രാവശ്യം വരുന്നത് ഈ ഒരു ശ്ലോകം മാത്രമാണ്. മന്മനാഭവ മദ്ഭക്തോ മധ്യാജീ മാം നമസ്കുരു എന്ന് പറയുന്ന ശ്ലോകം. ഒരു ശ്ലോകം മാത്രമാണ് ഭഗവത്ഗീതയിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. എന്താണ്? മന്മന ഭവ മദ്ഭക്തോ മധ്യാജി മാം നമസ്കുരു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ശ്ലോകം. അത് ആണ് ഭഗവത്ഗീതയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും രഹസ്യമായിട്ടുള്ള ശ്ലോകം. അതുകൊണ്ട് തന്നെ അത് ആ ശ്ലോകം 2 പ്രാവശ്യം നമുക്ക് ഭഗവത്ഗീതയിൽ കാണാൻ സാധിക്കും. 9ാമത്തെ അധ്യായത്തിൽ 34ാമത്തെ ശ്ലോകമായിട്ടും 9ാമത്തെ അധ്യായത്തിൽ 34ാമത്തെ ശ്ലോകമായിട്ടും 18ാമത്തെ അധ്യായത്തിൽ 65ാമത്തെ ശ്ലോകമായിട്ടും ഈ ശ്ലോകം വരുന്നു. മന്മനാഭവ മദ്ഭക്തോ മധ്യാജി മാം നമസ്കുരു. ഭഗവാനെ മനസ്സിൽ എപ്പോഴും സ്മരിക്കുക, ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക, ഭഗവാന്റെ ഭക്തനാവുക, ഭഗവാനെ ആരാധിക്കുക, ഭഗവാനെ നമസ്കരിക്കുക. ഇങ്ങനെ ചെയ്തു പോന്നാൽ നമ്മൾ തീർച്ചയായിട്ടും ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും എന്ന് ഭഗവാൻ ഉറപ്പു നൽകുന്നു.
ഭഗവത്ഗീതയിലെ ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യം ഭഗവാന്റെ ഭക്തനായി തീരുക എന്നുള്ളതാണ്. അത് വീണ്ടും ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏതൊക്കെയാണ് ഭാഗങ്ങളെന്ന് മനസ്സിലായോ? മനസ്സിലായി ഗുരുജി. ഓക്കെ, പിന്നെ നമുക്ക് ശ്ലോകങ്ങളിലേക്ക് നോക്കാം. എല്ലാ ശ്ലോകങ്ങളും നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ സാധിക്കില്ല. ഓരോ ഭാഗത്തിന്റെയും ചുരുക്കമായിട്ട് പറയുന്ന ശ്ലോകങ്ങളുണ്ട്. ആ ശ്ലോകങ്ങൾ മാത്രം നമുക്ക് നോക്കാം. ഒന്നാമത്തെ ശ്ലോകം അർജുനന്റെ ചോദ്യമാണ്. അർജുനൻ ചോദിക്കുന്നു, ത്യാഗത്തിന്റെയും സന്യാസത്തിന്റെയും ലക്ഷ്യം, ഉദ്ദേശം എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട്. അത് പറഞ്ഞു തരണമെന്നാണ് അർജുനൻ ചോദിക്കുന്നത്. സന്യാസത്തിന്റെയും ത്യാഗത്തിന്റെയും ഉദ്ദേശം എന്താണ്, അത് പറഞ്ഞു തരണം എന്നാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ചോദിക്കുന്നത്. സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഹൃഷീകേശ പൃഥക്കേശി നിശൂദന. എന്താണ് സന്യാസം, എന്താണ് ത്യാഗം, അതൊന്ന് പറഞ്ഞു തരണം എന്ന് ഭഗവാനോട് ചോദിക്കുകയാണ്. ഉത്തരം രണ്ടാമത്തെ ശ്ലോകത്തിൽ തന്നെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശ്രീ ഭഗവാൻ ഉവാച കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോപിതു സർവ കർമ്മഫലത്യാഗം പ്രാഹുത്യാഗം വിചക്ഷണ. എല്ലാ കാമ്യകർമ്മങ്ങളെയും, ഭൗതികമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിക്കുന്നതിനെയാണ് സന്യാസം എന്ന് ഭഗവാൻ പറയുന്നത്. ത്യാഗം എന്ന് പറയുന്നതോ സർവകർമ്മ ഫലത്യാഗം, കർമ്മം ചെയ്യുന്നത് ഭഗവാന് വേണ്ടി ചെയ്യുക, ആ കർമ്മഫലങ്ങളെ ത്യജിക്കുന്നതിനെയാണ് ത്യാഗം എന്ന് ഭഗവാൻ പറയുന്നത്. അപ്പൊ സന്യാസം എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള കർമ്മങ്ങൾ ഉപേക്ഷിക്കുക, ത്യാഗം എന്ന് പറയുന്നത് കർമ്മഫലങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ത്യാഗം എന്ന് ഭഗവാൻ പറയുന്നു. അതുകൊണ്ട് കർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ ഭഗവാൻ പറയുന്നില്ല. 3 തരത്തിലുള്ള കർമ്മങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്ന് ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. 5ാമത്തെ ശ്ലോകത്തിൽ എടുത്തു പറയുന്നുണ്ട്. യജ്ഞദാന തപകർമ്മ ന ത്യാജ്യം കാര്യമേവ തത് യജ്ഞോ ദാനം തപശ്ചൈവ പാവനാനി മനീഷിണ. ഒരു വ്യക്തി സന്യാസിയായാൽ പോലും ഉപേക്ഷിക്കാൻ പാടില്ലാത്ത 3 കർമ്മങ്ങളുണ്ട് എന്ന് ഭഗവാൻ പറയുന്നു. 5ാമത്തെ ശ്ലോകത്തിൽ അത് എടുത്തു പറയുന്നുണ്ട്. യജ്ഞദാന തപകർമ്മ ന ത്യാജ്യം കാര്യമേവ തത് യജ്ഞോ ദാനം തപശ്ചൈവ പാവനാനി മനീഷിണ. യജ്ഞം, ദാനം, തപസ്, ഇത് ജീവിതത്തിലെ ഏത് ഘട്ടത്തിലുള്ള ആളുകളും ചെയ്യേണ്ടതാണ്. സന്യാസിയാണെങ്കിൽ പോലും ചെയ്യേണ്ടതാണ് എന്നിവിടെ പറയും. എന്തൊക്കെ? യജ്ഞം, ദാനം, തപസ്. കാരണം ഇതൊക്കെ ഒരു വ്യക്തിയെ കൂടുതൽ ശുദ്ധീകരിക്കുന്നതാണ്. കൂടുതൽ ഭഗവാനോട് അടുക്കാൻ ഈ 3 കർമ്മങ്ങൾ നമ്മളെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് നിയതകർമ്മങ്ങളൊക്കെ, ഒരു സന്യാസിയാണെങ്കിൽ പോലും നിയതകർമ്മങ്ങളെല്ലാം ചെയ്യണം എന്ന് ഭഗവാൻ 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. നിയതസ്യത്തു സന്യാസ കർമ്മണോനോപപദ്യതേ മോഹാത്തസ്യ പരിത്യാഗ താമസ പരികീർത്തിത. നിയതകർമ്മങ്ങൾ, ആത്മീയമായിട്ടുള്ള നിയതകർമ്മങ്ങൾ, ഭൗതികമായിട്ടുള്ള നിയതകർമ്മങ്ങൾ, ഇങ്ങനെ 2 തരത്തിൽ നിയതകർമ്മങ്ങൾ. അപ്പൊ ഈ 2 തരത്തിലുള്ള നിയതകർമ്മങ്ങൾ നമ്മൾ ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. അതിനുശേഷം ത്യാഗം, 3 തരത്തിലുള്ള ത്യാഗത്തിനെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സത്വഗുണത്തിലുള്ള ത്യാഗം, രജോഗുണത്തിലുള്ള ത്യാഗം, തമോ ഗുണത്തിലുള്ള ത്യാഗം. ഇങ്ങനെ 3 ഗുണത്തിലുള്ള ത്യാഗങ്ങളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു വ്യക്തിയുടെ ഏത് പ്രവൃത്തിയാണെങ്കിലും, ഏത് തരത്തിലുള്ള പ്രവർത്തനമാണെങ്കിലും അത് 5 ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഒരു വ്യക്തിക്ക് ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കുന്നത്. ഈ 5 ഘടകങ്ങളില്ലാതെ ഒരു പ്രവൃത്തി നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് 14ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ആ 5 ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഒരു വ്യക്തിക്ക് എന്ത് കർമ്മമാണെങ്കിലും, എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യണമെങ്കിൽ ഈ 5 ഘടകങ്ങളും അനുയോജിച്ച് പ്രവർത്തിക്കണം, ചേർന്ന് പ്രവർത്തിക്കണം. അപ്പോൾ മാത്രമേ നമ്മൾക്ക് ഒരു പ്രവൃത്തി, എന്ത് പ്രവൃത്തിയാണെങ്കിലും ചെയ്യാൻ സാധിക്കൂ. ആ പ്രവൃത്തിയുടെ അടിസ്ഥാനമായിട്ടുള്ള 5 ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് 14ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്.
അധിഷ്ഠാനം തഥാകർത്ത കരണം ച പൃഥക്വിധം വിവിധാശ പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. 5 ഘടകങ്ങൾ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് ആവശ്യമാണ്. എന്തൊക്കെയാണ്? ശരീരം, കർമ്മം ചെയ്യുന്ന ആള്, ഇന്ദ്രിയങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ഉദ്യമങ്ങൾ, അതായത് അതിനെക്കുറിച്ചുള്ള ചിന്ത, കർമ്മം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചിന്ത, പരമാത്മാവ്. ഇതാണ് 5 കർമ്മത്തിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഈ 5 ഘടകങ്ങളും ഇല്ലെങ്കിൽ നമുക്കൊരു കർമ്മം ചെയ്യാൻ സാധിക്കില്ല. ശരീരം വേണം, ആ ശരീരത്തിനകത്ത് ജീവൻ ഉണ്ടായിരിക്കണം, ജീവാത്മാവ് ഉണ്ടായിരിക്കണം, ശരീരത്തിൽ ഇന്ദ്രിയങ്ങൾ ഉണ്ടായിരിക്കണം, കർമ്മങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന ഇന്ദ്രിയങ്ങൾ ഉണ്ടായിരിക്കണം, ആ കർമ്മത്തിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടായിരിക്കണം. അതാണ് ഉദ്യമം എന്ന് പറയുന്നത്. എങ്ങനെ കർമ്മം ചെയ്യാം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. പിന്നെന്തുണ്ടായിരിക്കണം? പരമാത്മാവിന്റെ അനുമതി ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കൊരു കർമ്മം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ സാധാരണഗതിയിൽ ഈ ഘടകങ്ങളെ കണക്കിലെടുക്കാതെ നമ്മൾ എന്തെങ്കിലും പ്രവർത്തനത്തിൽ ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കർമ്മത്തിന് ആവശ്യമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ നമ്മൾക്കുണ്ടോ? അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ അതിന് അനുയോജ്യമാണോ? ഇനി ഭഗവാന്റെ സപ്പോർട്ട് അതിനുണ്ടാകുമോ? ഭഗവാൻ അനുകൂലമായിട്ടാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്? ഭഗവാന്റെ അനുമതി അതിനുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ചിന്തിച്ചിട്ട് വേണം ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. അല്ലാത്ത ഈ 5 ഘടകങ്ങളെയും കണക്കിലെടുക്കാതെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ബുദ്ധിമാനല്ല എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, 16ാമത്തെ ശ്ലോകത്തില്, തത്രൈവം സതികർത്താരം ആത്മാനം കേവലം തുയ പശ്യതി അകൃതബുദ്ധിത്വാൻ സ പശ്യതി ദുർമത്. ഈ 5 ഘടകങ്ങളെയും കണക്കിലെടുക്കാതെ താൻ തന്നെയാണ് കർത്താവെന്ന് വിചാരിക്കുന്നവൻ തീർച്ചയായും ബുദ്ധിമാനല്ല. അയാൾക്ക് സംഗതികൾ യഥാതഥം കാണാനും കഴിയില്ല. ഞാനാണ് പ്രവർത്തിക്കുന്നത്, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ച് ചെയ്യുന്നത് ബുദ്ധിയല്ല എന്നാണ് ഭഗവാൻ. ഈ 5 ഘടകങ്ങളും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, നിസ്സഹായനായിട്ട് ഇരിക്കേണ്ടി വരും, അല്ലെ? ശരീരം നമ്മൾ വിചാരിച്ച മാതിരി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പ്രവർത്തനങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ശരീരം പ്രവർത്തിക്കണം, നമ്മൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണം, കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കണം. അതേപോലെ പരമാത്മാവിന്റെ അനുമതി ഉണ്ടായിരിക്കണം, അല്ലെ? പരമാത്മാവിന്റെ അനുമതി ഇല്ലെങ്കിൽ നമ്മൾ നിസ്സഹായരായിട്ട് ഇരിക്കേണ്ടി വരും. നമ്മൾക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ പോലും പരമാത്മാവിന്റെ അനുമതി വേണം, അല്ലെ? അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഈ 5 ഘടകങ്ങളെ കണക്കിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ബുദ്ധിമാൻ എന്നാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു തരുന്നത്. അതിനുശേഷം 18ാമത്തെ ശ്ലോകം മുതൽ ഭഗവാൻ ജ്ഞാനം, ജ്ഞേയം, പരിജ്ഞാത, അതേപോലെ കരണം, കർമ്മ, കർത്തേതി, ജ്ഞാനത്തിന്റെയും ജ്ഞേയത്തിന്റെയും പരിജ്ഞാതാവിന്റെയും അതേപോലെ കർമ്മത്തിന്റെയും കർത്താവിന്റെയും ഗുണഭേദങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്നത്. ഇതെല്ലാം കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ്. നേരത്തെ ഭഗവാൻ പറഞ്ഞു കർമ്മം ചെയ്യുന്നതിന് 5 ഘടകങ്ങൾ ആവശ്യമാണ്. ഈ 5 ഘടകങ്ങളും ഗുണങ്ങളെ കൊണ്ട് ബാധിക്കുന്നതാണ്, സത്വരജസ്തമോ ഗുണങ്ങളാൽ ബാധിതമാണ്. ഈ ഘടകങ്ങളെയൊക്കെ എങ്ങനെയാണ് സത്വരജസ്തമോ ഗുണങ്ങൾ ബാധിക്കുന്നത് വിശദമായിട്ട് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. 40ാമത്തെ ശ്ലോകം വരെ ഈ കർമ്മവുമായിട്ടുള്ള ബന്ധപ്പെട്ട ഘടകങ്ങളൊക്കെ എങ്ങനെയാണ് സത്വരജസ്തമോ ഗുണങ്ങൾ കൊണ്ട് ബാധിക്കപ്പെടുന്നത് എന്ന് ഭഗവാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ വിശദമായിട്ട് ഭഗവാൻ പറയുന്നതിന്റെ കാരണം നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും സത്വരജസ്തമോ ഗുണങ്ങൾ കൊണ്ട് ബാധിതമാണ്. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്, പക്ഷെ ഓരോന്നിനെയും ഗുണങ്ങൾ ബാധിക്കുന്നുണ്ട്. നമ്മൾ ഏത് ഗുണത്തിലാണോ ഇരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഭഗവാൻ ഓരോ കർമ്മഘടകത്തിനെയും എങ്ങനെയാണ് സത്വരജസ്തമോ ഗുണങ്ങൾ ബാധിക്കുന്നത് എന്ന് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് 40ാമത്തെ ശ്ലോകം വരെ. ഒരു വ്യക്തിയുടെ കർമ്മം സത്വഗുണത്തിലും രജോ ഗുണത്തിലും തമോ ഗുണത്തിലുണ്ട്. അതേപോലെ കർത്താവ് സത്വഗുണത്തിലും രജോ ഗുണത്തിലും തമോ ഗുണത്തിലുണ്ട്. ഒരു വ്യക്തിയുടെ ബുദ്ധി സത്വഗുണത്തിലും രജോ ഗുണത്തിലും തമോ ഗുണത്തിലുമുണ്ട്.
ഒരു വ്യക്തിയുടെ ദൃഢവിശ്വാസം, ധൃതി എന്ന് പറയും, ദൃഢവിശ്വാസം, അതും സത്വഗുണത്തിലും രജോ ഗുണത്തിലും തമോ ഗുണത്തിലും ഉണ്ട് എന്ന് പറയും. ഇനി സുഖം, ഒരു വ്യക്തി അനുഭവിക്കുന്ന സുഖവും സത്വഗുണത്തിലും രജോ ഗുണത്തിലും തമോ ഗുണത്തിലും ഉണ്ട് എന്ന് പറയും. നമ്മള് ഈ ശരീരത്തിൽ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും, നമ്മുടെ ബുദ്ധിയും നമ്മുടെ മനസ്സും ഒക്കെ സത്വരജസ്തമോ ഗുണങ്ങൾ കൊണ്ട് ബാധിക്കുന്നതാണ് എന്നിവിടെ വിശദമായി പറഞ്ഞത്. അതിന്റെ അർത്ഥം നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ സ്വതന്ത്രരാണ് എന്നാണ്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ചെയ്യുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ സ്വതന്ത്രരല്ല. ഈ സത്വരജസ്തമോ ഗുണങ്ങൾ നമ്മുടെ എല്ലാ പ്രവൃത്തിയിലും ബാധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ഉള്ളിലിരുന്ന് പോലും നമ്മളെ അത് നിയന്ത്രിക്കുന്നുണ്ട് എന്ന് ഭഗവാൻ വിശദമായിട്ട് പറഞ്ഞു തരികയാണ്. എന്തിനാണ് പറഞ്ഞു തരുന്നത്? ഈ സത്വരജസ്തമോ ഗുണങ്ങൾ അനുസരിച്ചല്ല യഥാർത്ഥത്തിൽ ഒരു ജീവാത്മാവ് പ്രവർത്തിക്കേണ്ടത്. സത്വരജസ്തമോ ഗുണങ്ങളിൽ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾക്ക് യഥാർത്ഥമായിട്ടുള്ള ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ സത്വരജസ്തമോ ഗുണങ്ങളിൽ നിന്ന് പുറത്തു വരണം. അതിനാണ് ഭഗവത്ഗീത ഭഗവാൻ ഉപദേശിക്കുന്നത്. ത്രൈഗുണ്യ വിഷയാവേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന. ഈ സത്വരജസ്തമോ ഗുണങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കും. അതിൽ നിന്ന് പുറത്തു കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് വൈദിക കാലത്ത് വർണ്ണാശ്രമ വ്യവസ്ഥ നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ സത്വരജസ്തമോ ഗുണങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കും. അപ്പൊ അതിലെന്താണ് പറയുന്നത്? നമ്മുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള പ്രവൃത്തി നമ്മൾ ചെയ്താൽ മതി. നമ്മുടെ ഗുണത്തിനനുസരിച്ചുള്ള പ്രവൃത്തി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ക്രമേണ നമ്മൾക്ക് ഈ സത്വരജസ്തമോ ഗുണങ്ങളുടെ പിടിയിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കും. അതിനുള്ള ഒരു പദ്ധതിയാണ് വർണ്ണാശ്രമ വ്യവസ്ഥ. ഗുണകർമ്മ വിഭാഗശ. നമ്മുടെ ഗുണമനുസരിച്ച് നമ്മൾക്ക് പ്രവർത്തിക്കാം. പക്ഷെ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം? നമ്മൾ ഈ വർണ്ണാശ്രമ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് വേണം എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ എന്നാണ് പറയുന്നത്. 46-ാമത്തെ ശ്ലോകത്തിൽ അത് ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട്. യഥ പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തദം സുകർമ്മണാർത്ഥം അഭ്യർച്ച സിദ്ധിം വിന്ദതി മാനവ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും തം അഭ്യർച്ച എന്ന് പറയുന്നു. ഭഗവാന്റെ ആരാധനയായിട്ട് ചെയ്യണം. അപ്പൊ ഭഗവാൻ ഉദ്ദേശിക്കുന്ന കാര്യം മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഭഗവാൻ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളെ നമ്മൾ വർണ്ണാശ്രമ വ്യവസ്ഥയിൽ ചെയ്യാൻ പാടുക. അങ്ങനെ ചെയ്തു പോന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് മുക്താവസ്ഥയിലെത്താൻ സാധിക്കും. അതിന്റെ മുന്നേ നമ്മൾ ത്രിഗുണങ്ങൾ ബാധിച്ച അവസ്ഥയിലായിരിക്കും. ത്രിഗുണങ്ങൾ ബാധിച്ച അവസ്ഥയിൽ നമ്മൾക്ക് 4 തരത്തിലുള്ള കർമ്മങ്ങളോട് താല്പര്യമുണ്ടാവും എന്ന് പറയും. അതെന്തൊക്കെയാണ്? ഒന്നുകിൽ നമ്മൾക്ക് ബ്രാഹ്മണീയമായിട്ടുള്ള കർമ്മങ്ങളിലായിരിക്കും താല്പര്യം, അല്ലെങ്കിൽ നമ്മൾക്ക് ക്ഷത്രിയ കർമ്മങ്ങളിലായിരിക്കും താല്പര്യം, അല്ലെങ്കിൽ നമുക്ക് വൈശ്യകർമ്മങ്ങളിലായിരിക്കും താല്പര്യം, അതുമല്ലെങ്കിൽ നമുക്ക് ശൂദ്ര കർമ്മങ്ങളിലായിരിക്കും താല്പര്യം. അത് കുഴപ്പമില്ല. നമ്മൾക്ക് ഏത് കർമ്മത്തിലാണ് താല്പര്യമെങ്കിലും അത് വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിച്ച് ഭഗവാനുള്ള ആരാധനയായിട്ട് ചെയ്തു പോന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഗുണങ്ങളിൽ നിന്ന് മുക്തരാകാൻ സാധിക്കും. കാരണം ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ നമ്മൾക്ക് ഗുണങ്ങളുടെ പിടിയിൽ നിന്ന് മുക്തനാകാൻ സാധിക്കുമെന്ന് നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 13-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ അത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗുണം ഏതായാലും, ബ്രാഹ്മണീയമായിട്ടുള്ള ഗുണമായാലും ക്ഷത്രിയ ഗുണമായാലും വൈശ്യഗുണമായാലും ശൂദ്രഗുണമായാലും നമ്മൾക്ക് ഭഗവാന്റെ സേവനമായിട്ട് അത് സേവനത്തിന് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഗുണങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് പറയും. അതിന്റെ മുന്നേ ഭഗവാൻ ബ്രാഹ്മണന്റെ ഗുണങ്ങളെക്കുറിച്ചും ക്ഷത്രിയന്റെ ഗുണങ്ങളെക്കുറിച്ചും വൈശ്യന്റെ ഗുണങ്ങളെക്കുറിച്ചും ശൂദ്രന്റെ ഗുണങ്ങളെക്കുറിച്ചും ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. ഇതെല്ലാം ഗുണങ്ങളാണ്, ഇത് ജാതിയല്ല. യഥാർത്ഥത്തിൽ പണ്ടത്തെ കാലത്തെ വർണ്ണാശ്രമ വ്യവസ്ഥയും ഇന്നത്തെ ജാതി വ്യവസ്ഥയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഇവിടെ ഭഗവത്ഗീതയിൽ പറയുന്നത് വർണ്ണാശ്രമ വ്യവസ്ഥയാണ്. അത് ജന്മത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിവിടെ വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. ഗുണകർമ്മ വിഭാഗശ. അതില് ബ്രാഹ്മണന്റെ
ഗുണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് 42ാമത്തെ ശ്ലോകത്തിൽ. അതിലേത് കുലത്തിൽ ജനിച്ചവനാണെങ്കിലും, ഏത് ജാതിയിൽ ജനിച്ചവനാണെങ്കിലും, ഏത് മതത്തിൽ ജനിച്ചവനാണെങ്കിലും, ഏത് രാജ്യത്ത് ജനിച്ചവനാണെങ്കിലും ഈ ഗുണങ്ങളുണ്ടെങ്കിൽ അവന് ബ്രാഹ്മണ സ്വഭാവമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിന് ജനനം ബാധിക്കുന്നില്ല. 42ാമത്തെ ശ്ലോകത്തിൽ ബ്രാഹ്മണന്റെ ഗുണങ്ങളെ കുറിച്ച് ഭഗവാൻ വിശദമാക്കുന്നുണ്ട്. ശമോ ദമ സ്തപ ശൗചം ശാന്തിരാജവം ഏവച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവം. ക്ഷമാദമ എന്ന് പറയുന്നത് മനസ്സിന്റെ നിയന്ത്രണം, ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണമാണ്. ശൗചം ആന്തരികമായിട്ടുള്ള ശുചി, ബാഹ്യമായിട്ടുള്ള ശുചി. ശാന്തി ക്ഷമിക്കാനുള്ള കഴിവ്. ആർജവം സത്യസന്ധത. ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ജ്ഞാനം നേടാനുള്ള കഴിവ്, ജ്ഞാനം ജീവിതത്തിൽ പ്രയോഗിക്കാനുള്ള കഴിവ്. ഇതെല്ലാം ബ്രഹ്മകർമ്മ സ്വഭാവം. ഈ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ബ്രാഹ്മണനായിട്ട് കണക്കാക്കണം. ആസ്തിക്യം എന്ന് പറയുന്നുണ്ട്, വേദങ്ങളിലുള്ള വിശ്വാസം. ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം, വേദങ്ങളിലുള്ള വിശ്വാസം, ഇതും ബ്രാഹ്മണന്റെ സ്വഭാവമാണ്. ഈ സ്വഭാവമുള്ള വ്യക്തിയെ ബ്രാഹ്മണനായിട്ട് കണക്കാക്കണം. ഒരു വീട്ടിൽ തന്നെ ബ്രാഹ്മണനുണ്ടാകാം, ക്ഷത്രിയനുണ്ടാകാം, വൈശ്യനുണ്ടാകാം, ശൂദ്രനുണ്ടാകാം. അത് അവരുടെ സ്വഭാവമാണ്, അത് അവരുടെ ജന്മത്തിനെ അടിസ്ഥാനമാക്കി അല്ല. അപ്പോൾ ക്ഷത്രിയ സ്വഭാവത്തിനെ കുറിച്ച് 43ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ശൗര്യം തേജോ ധൃതിർദാക്ഷ്യം യുദ്ധേജാപ്യ പലായനം ദാനമീശ്വര ഭാവശ്ച ക്ഷാത്രം കർമ്മ സ്വഭാവം. ലീഡർഷിപ്പ് ക്വാളിറ്റി, എന്തെങ്കിലും ഫൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഓടിപ്പോവാതിരിക്കുക. അതേപോലെ ദാനം, മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നതിൽ സന്തോഷം ഉണ്ടാവുക. ദാനം ഈശ്വര ഭാവശ്യം, മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കഴിവ്. ഇതൊക്കെ ക്ഷത്രിയന്റെ സ്വഭാവങ്ങളാണ്. അവരെ എന്ത് ചെയ്യണം? അവരെ അഡ്മിനിസ്ട്രേറ്റീവ് ജോലികളിലേക്ക് വിടണം. ബ്രാഹ്മണനെ വേദങ്ങൾ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ കൊടുക്കണം. ഇനി 44ാമത്തെ ശ്ലോകത്തിൽ വൈശ്യന്റെ സ്വഭാവം പറയുന്നുണ്ട്. കൃഷി കോരക്ഷ്യ വാണിജ്യം വൈശ്യകർമ്മ സ്വഭാവം. കൃഷിയിൽ താല്പര്യമുള്ള ആളുകൾ. അതേപോലെ ഗോരക്ഷ്യം, പശു സംരക്ഷണം, പശുപരിപാലനം, വാണിജ്യം, ഇത് വിതരണം ചെയ്യുക, കൃഷി ഉൽപ്പന്നങ്ങളൊക്കെ വിതരണം ചെയ്യുക. ഇതാണ് വൈശ്യന്റെ സ്വഭാവം. അവർക്ക് അതിൽ താല്പര്യം ഉണ്ടാവും. അവർക്ക് വേറെ ഏത് ജോലി കിട്ടിക്കഴിഞ്ഞാലും ഇവർ വീണ്ടും കൃഷി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് അവരുടെ ഉള്ളിലുള്ള സ്വഭാവമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അവർക്ക് അതിനുള്ള ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത്. പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാഭി സ്വഭാവം. സർവീസ് മെന്റാലിറ്റിയാണ് ശൂദ്രന്റെ സ്വഭാവം. എല്ലാവരെയും സഹായിക്കാൻ, മറ്റുള്ളവരെ സഹായിക്കുന്ന സ്വഭാവമുള്ള വ്യക്തിയാണ് ശൂദ്ര സ്വഭാവത്തിലുള്ള വ്യക്തി. അപ്പൊ അതിനനുസരിച്ചുള്ള ട്രെയിനിങ്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ച് പ്രവർത്തിക്കും. അപ്പൊ ഇങ്ങനെ ഈ 4 വിധത്തിലുള്ള സ്വഭാവം ഓരോരുത്തർക്കും ഗുണമനുസരിച്ചിട്ടുണ്ട് എന്ന് പറയും. പക്ഷെ ഈ ഗുണമനുസരിച്ച് പ്രവർത്തിക്കുന്നത് ഭഗവാന്റെ ആരാധനയായിട്ട്, എന്തെങ്കിലും ഫലത്തിന് വേണ്ടിയിട്ടല്ല, ഭഗവാന്റെ ആരാധന എന്നുള്ള രീതിയിൽ ആ വ്യക്തിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഗുണങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പൊ വർണ്ണാശ്രമ വ്യവസ്ഥ മുഴുവൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഈ ഗുണങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പൊ ആ ഗുണത്തിൽ നിന്നും പുറത്തു കടന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മോചനം കിട്ടും, മുക്തി ലഭിക്കും. ഗുണങ്ങളുടെ പിടിയിൽ നിന്ന് മുക്തി ലഭിക്കും. ആ മുക്തി ലഭിച്ചു കഴിഞ്ഞാലുള്ള സ്വഭാവത്തിനെ കുറിച്ചാണ് 51 മുതൽ 53 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം, പരിഗ്രഹം വിമുച്യ നിർമ്മമ ശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പത. മോക്ഷം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയ ശാന്തി, സമാധാനം അനുഭവപ്പെടും. ഗുണങ്ങളിൽ നിന്ന് മോചനം ലഭിച്ചു കഴിഞ്ഞാൽ, സത്വരജസ്തമോ ഗുണങ്ങളിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾക്ക് ഉള്ളിൽ വലിയ ഉത്കണ്ഠയുണ്ടാകും. സത്വരജസ്തമോ ഗുണങ്ങളിൽ പ്രകൃതിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് മുക്തി നേടിക്കഴിഞ്ഞാൽ, ഭഗവാൻ അർപ്പണമായിട്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശാന്തി ഉണ്ടാകും, സമാധാനം ഉണ്ടാകും. അതിനാണ് മുക്തി എന്ന് പറയുന്നത്. അല്ലെ, മുക്തി എന്ന് പറയുന്നത് നമ്മൾക്ക് 2 കൈകൾ എക്സ്ട്രാ മുളച്ചു വരുന്നില്ല. ഭഗവാന്റെ സേവനം ചെയ്യാനുള്ള മുക്തി എന്ന് പറയുന്നത്. ഈ ഗുണങ്ങളിൽ നിന്നുള്ള, ത്രിഗുണങ്ങളിൽ നിന്നുള്ള മോചനത്തിനെയാണ് മുക്തി എന്ന് പറയുന്നത്. ആ മുക്തി ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്ന് 54ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. ബ്രഹ്മഭൂത പ്രസന്നാത്മ. ബ്രഹ്മഭൂതൻ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? മുക്തി ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. മുക്തി ലഭിച്ച വ്യക്തിയാണ് ബ്രഹ്മഭൂതൻ. ആ വ്യക്തിയുടെ അവസ്ഥ എന്താണ്?
ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി. അദ്ദേഹം പ്രസന്നാത്മനായിരിക്കും, അദ്ദേഹം ശാന്തമനസ്കനായിരിക്കും, അദ്ദേഹത്തിന് ഉത്കണ്ഠകളില്ല. പ്രസന്നാത്മ, അദ്ദേഹം സന്തോഷമായിട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കും. ന ശോചതി ന കാംക്ഷതി, അദ്ദേഹം ഈ ഭൗതികമായിട്ടുള്ള ലാഭനഷ്ടങ്ങളെ കുറിച്ച് ദുഃഖിക്കുകയോ എന്തെങ്കിലും ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല. അതാണ് മുക്തി നേടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ. മുക്തി നേടിക്കഴിഞ്ഞാൽ നമ്മൾ മരിച്ചൊന്നും പോയില്ല. അല്ല, ചില ആൾക്കാർ വിചാരിക്കുന്നത് മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന എന്തുവാണ്, അല്ലെങ്കിൽ മുക്തി കിട്ടിക്കഴിഞ്ഞാൽ 2 കൈകൾ കൂടി പുറത്ത് നമുക്ക് മുളച്ചു വരും എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയൊന്നും. മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ത്രിഗുണങ്ങളിൽ നിന്നുള്ള മുക്തിയാണ്. ത്രിഗുണങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വലിയ ഉത്കണ്ഠയുണ്ട്. ത്രിഗുണങ്ങളുടെ പുറത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യഥാർത്ഥ പ്രവർത്തനം, അവിടെ നമ്മൾക്ക് സമാധാനം ഉണ്ടാവും, ശാന്തി ഉണ്ടാവും. ഉത്കണ്ഠയുടെ ആവശ്യമില്ല. ഉത്കണ്ഠയില്ലാതെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അതിനാണ് മുക്തി എന്ന് പറയുന്നത്. അപ്പോൾ മുക്തി നേടിയ വ്യക്തിയുടെ അവസ്ഥ എന്താണ്? ബ്രഹ്മഭൂത പ്രസന്നാത്മാ, അദ്ദേഹം പ്രസന്നാത്മാവായിരിക്കും. ന ശോചതി ന കാംക്ഷതി, അദ്ദേഹത്തിന് ഭൗതികമായിട്ടുള്ള ഒരു ആഗ്രഹമില്ല, എന്തെങ്കിലും നേടണമെന്ന് ഉത്കണ്ഠയുമില്ല. ഇനി അതിനുശേഷമാണ്, അങ്ങനെയുള്ള ഒരു വ്യക്തിക്കാണ് ഭക്തി ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. സർവേഷു ഭൂതേഷു മദ്ഭക്തി ലഭതേ പരാം. ഇങ്ങനെ മുക്തി നേടിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഭക്തിയിലേക്ക് പ്രവേശിക്കാം. സർവേഷു ഭൂതേഷു മദ്ഭക്തി ലഭതേ പരാം. അപ്പൊ ഭക്തി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാണുന്നതൊന്നുമല്ല ഭക്തി. മുക്തി കിട്ടിയതിന് ശേഷം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനമാണ്, ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുന്ന സേവനമാണ് യഥാർത്ഥത്തിൽ ഭക്തി എന്ന് പറയുന്നത്. ഭക്തിയുത സേവനം എന്ന് നമുക്ക് ഈ പുസ്തകത്തിൽ വായിക്കാൻ സാധിക്കും. ശ്രീല പ്രഭാകർ പറയുന്നത് അതാണ് ഭക്തിയുത സേവനം. അതെപ്പോഴാണ് തുടങ്ങുന്നത്? മുക്തി ലഭിച്ചതിന് ശേഷമാണ് യഥാർത്ഥ ഭക്തി തുടങ്ങുന്നത്. നമ്മൾ സാധാരണ പറയുന്ന ഭക്തിയും ഇവിടെ ഭഗവാൻ പറയുന്ന ഭക്തിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മുക്തി കിട്ടിയതിന് ശേഷമാണ് ഭക്തി കിട്ടുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഉയർന്ന ഒരു കാര്യമാണ്, സാധാരണ ഒരു കാര്യമല്ല. അല്ലെ, നമ്മൾ വിചാരിക്കും ഒരു കുറി തൊട്ട് കഴിഞ്ഞാൽ ഭക്തനായെന്ന് വിചാരിക്കും. അങ്ങനെയല്ല. മുക്തി കിട്ടിയതിന് ശേഷം ഭഗവാന് വേണ്ടി ചെയ്യുന്ന, ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി, ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് ഭക്തി എന്ന് പറയുന്നത്. അത് സാധാരണ ഒരു പ്രവർത്തനമല്ല എന്ന് പറയുന്നു. ഇനി ആ ഭക്തൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് 56 മുതൽ 57 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. സർവകർമാണി സദാ കുർബാണോ മദ്വ്യപാശ്രയ മത് പ്രസാദാത് അവാപ്നോതി ശാശ്വതം പദമഭ്യം. എല്ലാ കർമ്മങ്ങളും അദ്ദേഹം, മുക്തനായിട്ടുള്ള വ്യക്തി, ഭഗവാന്റെ സേവനമായിട്ട് ചെയ്യും. അദ്ദേഹം ഒന്നും പ്രവർത്തിക്കാതിരിക്കുന്നില്ല. മുക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥലത്ത് ധ്യാനിച്ചിരിക്കുന്ന വ്യക്തിയൊന്നുമല്ല. അദ്ദേഹം പ്രവർത്തിക്കും, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യും. അല്ല, അർജുനനും ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, യുദ്ധം ചെയ്യുന്നു, വലിയ യുദ്ധം ചെയ്യുന്നു. അപ്പൊ ഭഗവാന്റെ ഭക്തന്മാർക്ക് ഭഗവാന് വേണ്ടി പ്രവർത്തനങ്ങളുണ്ട്. ഹനുമാൻ ലങ്കയിലേക്ക് ചാടി, അതൊക്കെ പ്രവർത്തനമാണ്. അപ്പൊ ഭക്തന്മാർ അങ്ങനെ ധ്യാനിച്ചിരിക്കുന്ന ആളുകളൊന്നുമല്ല. ഭക്തന്മാർ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യും. പക്ഷെ എങ്ങനെയാണ് ചെയ്യുന്നത്? സർവകർമാണി സദാ കുർബാണോ മദ്വ്യപാശ്രം. എല്ലാ കർമ്മങ്ങളും അവർ ചെയ്യുന്നത് ഭഗവാനെ ആശ്രയിച്ച് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്, അല്ലാതെ സ്വന്തം തൃപ്തിക്ക് വേണ്ടിയല്ല. മുക്തനാകുന്നതിന് മുന്നേ ഒരു വ്യക്തി എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? അവരുടെ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. പക്ഷെ മുക്തിക്ക് ശേഷം ആ വ്യക്തി, ഭക്തൻ, പ്രവർത്തിക്കുന്നത് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് മുക്തനും മുക്തനല്ലാത്ത വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം. മുക്തനല്ലാത്ത വ്യക്തി ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, മുക്തനായിട്ടുള്ള വ്യക്തി ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അതാണ് ഭക്തി എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ കർമ്മങ്ങളും ഭഗവാന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ചുള്ള ബോധം, ഭഗവാനെ കുറിച്ച് നമുക്ക് എപ്പോഴും ചിന്തയുണ്ടാകും എന്നാണ് 57ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. ചേതസാ സർവകർമാണി മൈ സന്യസ്യ മത്പര ബുദ്ധിയോഗം ഉപാശ്രിത്യ മച്ചിത്ത സതതം. എല്ലാ കർമ്മങ്ങളും ഭഗവാൻ അർപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള പൂർണ്ണ ബോധം ഉണ്ടാകും. ആരാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ? ഭഗവാനാണ് എല്ലാറ്റിന്റെയും ഉടമസ്ഥൻ.
അതുകൊണ്ട് നമ്മൾ ഈ പ്രകൃതിയിലാണെങ്കിലും എവിടെയാണെങ്കിലും എന്ത് പ്രവർത്തനം ചെയ്യേണ്ടത് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഈ ഭൗതിക പ്രകൃതിയിലെ വസ്തുക്കളെ ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. നമ്മുടെ ശരീരമാണെങ്കിലും ഭൗതിക പ്രകൃതിയിലെ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. അപ്പൊ എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിട്ടുള്ളത് ഭഗവാന്റെ ശക്തി കൊണ്ടാണ്. അപ്പൊ എല്ലാം ഭഗവാന്റെ ശക്തി ആയതുകൊണ്ട് എല്ലാം ഭഗവാന്റെ സേവനമായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ഭഗവാന്റെ സേവനമായിട്ട് നമ്മളെ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് 58ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദാത് തരിഷ്യസി അധചേത്തം അഹങ്കാരം ന ശ്രോഷ്യസി വിനശ്യസി. എല്ലാ കർമ്മവും ഭഗവാനെ ആശ്രയിച്ച് ഭഗവാന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഭഗവാനെ കുറിച്ചുള്ള ധാരണ നമുക്കുണ്ടാവും. എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും. അങ്ങനെ എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ചിന്തിക്കുന്ന ഒരു മനസ്സ്, ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്ന മനസ്സാണ് നമ്മൾക്കുള്ളതെങ്കിൽ മച്ചിത്ത സർവദുർഗാണി, ആ വ്യക്തിക്ക് ഭൗതിക ലോകത്തിൽ ഒരു ദുഃഖവും അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നാണ് പറയുന്നത്. മച്ചിത്ത സർവദുർഗാണി മത് പ്രസാദാത് തരിഷ്യതി. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ആ വ്യക്തിയുടെ എല്ലാവിധ ദുഃഖങ്ങളും ഇല്ലാതാണ്. എല്ലാവിധ പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ പോലും ആ വ്യക്തിയെ ദുഃഖങ്ങളൊന്നും ബാധിക്കുന്നില്ല എന്ന് പറയും. ദുഃഖങ്ങൾ ബാധിക്കാത്ത അവസ്ഥയിൽ ആ വ്യക്തിക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് പറയും. ഇനി അതല്ല, ഭഗവാന്റെ വാക്കുകൾ നമ്മൾ കേൾക്കുന്നില്ല, ഭഗവാന് സേവനം ചെയ്യാൻ തയ്യാറാകുന്നില്ല, ഞാൻ തന്നെയാണ് പ്രവർത്തിക്കുന്നത്, ഞാൻ എൻ്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള നിലവാരത്തിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അധചേത്തം അഹങ്കാരാൻ ന ശ്രോഷ്യസി വിനശ്യസി. ഭഗവാൻ പറയുന്നതിന് വിപരീതമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വിനശ്യസി, വീണ്ടും നമ്മൾ താഴോട്ട് ഈ ഗുണങ്ങളുടെ പിടിയിലേക്ക് പോകേണ്ടി വരും. സത്വരജ സമ ഗുണങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾക്ക് മുക്തന്മാരായിട്ട് ഭഗവാന്റെ സേവനം തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത്രയും പറഞ്ഞത് ഭഗവാൻ കൂടുതൽ രഹസ്യമായിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നു. ഇനി ഏറ്റവും വലിയ രഹസ്യം, ഭഗവത്ഗീതയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ രഹസ്യം ഭഗവാൻ പറയാൻ പോവുകയാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഭഗവത്ഗീതയിൽ കേട്ട കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. ഇതുവരെ പറഞ്ഞതൊന്നും മനസ്സിലായില്ല, അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇനി പറയുന്ന ഭഗവാൻ പറയാൻ പോകുന്നത് എന്ന് പറയാം. എന്താണ് കേൾക്കാമോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറയാൻ പോകുന്നു എന്ന് 63ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞതിന് ശേഷം 64ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഏറ്റവും വലിയ രഹസ്യമാണ്. സർവഗുഹ്യതമം ഭൂയ ശൃണുമേ. ഇതുവരെ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും രഹസ്യം ഭഗവാൻ പറയാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് എന്നും പറയുന്നുണ്ട്. ഇഷ്ടോസിമേ ദൃഢമിതി തതോ വക്ഷ്യാമിതേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തനാണ്. അപ്പൊ ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തന്മാർക്കാണ് ഭഗവാന്റെ ഏറ്റവും രഹസ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാത്തവർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുക. എന്താണ് ആ രഹസ്യം എന്ന് ഭഗവാൻ 65ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ ഭഗവത്ഗീതയിലൂടെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം. 65ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? മന്മനാഭവം അദ്ഭക്തോ മദ്യാജീ മാം നമസ്കുരു മാമേവേശസി സത്യന്തേ പ്രതിജാനെ പ്രിയോസിനി. ഭഗവാന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള നിർദ്ദേശമാണ്. നേരത്തെ 9ാമത്തെ അധ്യായത്തിൽ 34ാമത്തെ ശ്ലോകത്തിലും ഭഗവാൻ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? മന്മനാഭവം മദ്ഭക്തോ മദ്യാജീ മാം നമസ്കുരു. ഭഗവത്ഗീതയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഭഗവാന്റെ ഭക്തന്മാരായി മാറണം എന്നുള്ളതാണ്. ഭഗവാന്റെ നിർദ്ദേശം അതാണ്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, മന്മന, ഭഗവാനെ കുറിച്ച് ചിന്തിക്കൂ. എങ്ങനെയാണ് ഭഗവാനെ കുറിച്ച് ചിന്തിക്കേണ്ടത്? എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും ഭഗവാന്റെ നാമം ജപിച്ചാൽ മതി, അല്ലെ? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇങ്ങനെ എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഭഗവാന്റെ സംരക്ഷണത്തിലുണ്ടാവും.
അപ്പോൾ നമ്മൾക്ക് ഭൗതികമായിട്ടുള്ള ദുഃഖങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത് മമ മായ ദുരത്തെയ. അല്ലെങ്കിൽ നമ്മൾ മായയുടെ പിടിയിൽപ്പെടും. ഭഗവാന്റെ നാമം ജപിക്കുന്നവരെ മായാശക്തി ബാധിക്കുന്നില്ല. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു മന്മ, എപ്പോഴും ഭഗവാനെ കുറിച്ചാണ് നമ്മുടെ മനസ്സിൽ ചിന്തിക്കേണ്ടത്. അതിനെപ്പോഴും നമ്മൾ നാമം ജപിക്കണം. മത് ഭക്തോ, ഭഗവാന്റെ ഭക്തനാവുക. ഭഗവാന്റെ ഭക്തനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക. ഭക്തനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല. ഭഗവാന് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്ന വ്യക്തികളെയാണ് ഭക്തന്മാരെന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ ഭക്തനാണെന്ന് പറഞ്ഞ കുറി തൊട്ട് അമ്പലത്തിൽ പോയത് കൊണ്ട് മാത്രം കാര്യമില്ല. ഭഗവാന് വേണ്ടി എന്ത് പ്രവർത്തനം ചെയ്യണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമ്മൾ അന്വേഷിക്കണം. എന്താണ് ഭഗവാൻ ഇഷ്ടം, ഞാൻ ഭഗവാന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, എന്റെ ജീവിതത്തിൽ ഞാൻ ഭഗവാന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് അന്വേഷിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കണം. അങ്ങനെയുള്ളവരെയാണ് ഭക്തന്മാരെന്ന് പറയുന്നത്. ഭഗവാന്റെ സേവനമായിട്ട് ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക, അതാണ് ഭക്തി എന്ന് പറയുന്നത്. മന്മനാഭവം മദ്ഭക്തോ മദ്യാചി, ഭഗവാനെ ആരാധിക്കുക. കാരണം ഭഗവാനാണ് ഈ ലോകത്തിന്റെ മുഴുവൻ ഉടമസ്ഥൻ. എല്ലാ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ ഭഗവാനാണ്. ഏറ്റവും ആരാധനായോഗ്യനായിട്ടുള്ള വ്യക്തി ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാനെ ആരാധിക്കണം. ഭഗവാനെ ആരാധിച്ചില്ലെങ്കിൽ ഭഗവാന് യാതൊരു നഷ്ടമില്ല, പക്ഷെ നമ്മൾക്ക് വലിയ നഷ്ടമുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് മദ്യാജി, ഭഗവാനെ ആരാധിക്കണം. മാം നമസ്കരു, ഭഗവാനെ നമസ്കരിക്കണം. അല്ലെ, ഭഗവാനെ ഒരു പ്രാവശ്യം നമസ്കരിച്ചാൽ തന്നെ നമ്മുടെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതാവും. അതുകൊണ്ട് ഭഗവാനെ നമസ്കരിക്കണം. ഇങ്ങനെ നമ്മൾ ചെയ്തു പോന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പറയുന്നുണ്ട്. മാമേ വേഷസി സത്യന്തേ, 65ാമത്തെ ശ്ലോകം. മാമേ വേഷസി, അങ്ങനെയുള്ള ഭക്തന്മാര് ഭഗവാന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകും. പ്രതിചാനേ പ്രിയോസി, അവരെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് അവര് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോയി സനാതനമായിട്ടുള്ള ജീവിതത്തിലേക്ക് ഭഗവാനോടൊപ്പം ആനന്ദപൂർണമായിട്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഭക്തന്മാരാണ് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നത് എന്ന് പറയും. അല്ലാതെ എല്ലാവരും മരിച്ചതുകൊണ്ട് മാത്രം എല്ലാവരും ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നില്ല. ഭഗവാന് സേവനം ചെയ്യുന്ന, ഭഗവാനെ ആരാധിക്കുന്ന ഭഗവാന്റെ ഭക്തന്മാർ മാത്രമാണ് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നത്. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. യാന്തി ദേവവ്രതാ ദേവാൻ പിതൃൻ യാന്തി പിതൃവ്രതാഹ ഭൂതാനി യാന്തി ഭൂതേജു യാന്തി മധ്യാജിനോഹ്യ. ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവന്മാരുടെ അടുത്തേക്കും പിതൃപൂജകന്മാർ പിതൃക്കളുടെ അടുത്തേക്കും, ഭൂതപ്രേതങ്ങളെ ആരാധിക്കുന്നവർ ഭൂതപ്രേതങ്ങളുടെ അടുത്തേക്കും, യാന്തി മധ്യാജിനോഭ്യമാം, ഭഗവാനെ ആരാധിക്കുന്ന ഭഗവാന്റെ ഭക്തന്മാർ ഭഗവാന്റെ അടുത്തേക്കും തിരിച്ചു പോകും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഭഗവാൻ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഭഗവാനെ സേവിക്കണം, ഭഗവാന്റെ ഭക്തന്മാരായി മാറണം. അല്ലാതെ നമുക്ക് ഒരിക്കലും ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല. അതിനുവേണ്ടി ഭഗവാൻ പറയുന്നു 66ാമത്തെ ശ്ലോകത്തില്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഇന്നത്തെ കാലത്ത് നമുക്ക് ധർമ്മത്തിനെ കുറിച്ച് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്റെ യഥാർത്ഥ കടമ എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയമൊക്കെ ഒഴിവാക്കാനാണ് ഭഗവാൻ പറയുന്നത്. എല്ലാ സംശയങ്ങളും ഒഴിവാക്കി ഭഗവാനെ പൂർണ്ണമായിട്ട് ശരണം പ്രാപിക്കുക എന്നാണ് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ ധർമ്മം. എല്ലാ ധർമ്മങ്ങളെക്കാളും വെച്ച് ഏറ്റവും വലിയ ധർമ്മം. ബാക്കിയുള്ള ധർമ്മം എന്താണ്? താൽക്കാലികമായിട്ടുള്ള ധർമ്മങ്ങൾ. ഭഗവാനെ സേവിക്കുക എന്നുള്ളത് പരോധർമ്മമാണ്, പരമമായിട്ടുള്ള ധർമ്മമാണ്. ആ പരമമായിട്ടുള്ള ധർമ്മമാണ് ഇവിടെ ഭഗവാൻ ഉപദേശിക്കുന്നത്. കാരണം ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വരുന്നത്. ഭഗവാനെ മറന്നു പോകുന്നതാണ് അധർമ്മം. ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നുള്ളതാണ് ധർമ്മം. അപ്പൊ ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നുള്ള യഥാർത്ഥ ധർമ്മം മറന്ന് മറ്റു പലതുമാണ് എന്റെ ധർമ്മം എന്ന് വിചാരിക്കുന്ന ആ സമയത്ത് ഭഗവാൻ ഒന്ന് ഉപദേശിക്കുകയാണ്, സർവധർമാൻ പരിത്യജ്യ, നീ നിന്റെ ധർമ്മമാണെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് എന്ത് ചെയ്യണം? മാമേകം ശരണം വ്രജ, ഭഗവാൻ ശ്രീകൃഷ്ണനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കണം. അതാണ് നമ്മുടെ യഥാർത്ഥ ധർമ്മം. അത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച, ഭഗവാനെ ശരണം പ്രാപിക്കുന്നത് കൊണ്ട് മാത്രം എന്ത് സംഭവിക്കും? ഭഗവാൻ അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും അദ്ദേഹത്തിനെ മോചിപ്പിക്കും. ഭഗവാൻ അതിനുള്ള കഴിവുണ്ട്.
ഭഗവാൻ ഒരു വ്യക്തിയെ ഏത് നിമിഷം വേണമെങ്കിലും എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാം. അത് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. സ്വരാട്, ഭഗവാൻ സ്വതന്ത്രനാണ്. ആരും ഭഗവാനെ ചോദ്യം ചെയ്യാനില്ല. ആരും ഭഗവാനെ ചോദ്യം ചെയ്യാൻ കെൽപ്പുള്ളവരായിട്ടില്ല. അസമൂർധ, ഭഗവാന് തുല്യനായിട്ടോ ഭഗവാൻ ഉപരിയായിട്ടോ ആരുമില്ല. അതുകൊണ്ട് ഏത് വ്യക്തിക്കും എപ്പോൾ വേണമെങ്കിലും പാപമോചനം നൽകാൻ ഭഗവാന് സാധിക്കും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ദുഃഖിക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് ദുഃഖിക്കുന്നത്? ഭഗവാനെ ശരണം പ്രാപിക്കുക, എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാവുക, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുക. ഇതാണ് മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം. മനുഷ്യജന്മത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ്. മറ്റു ജന്മങ്ങളിലൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനോ ഭഗവാനെ ശരണം പ്രാപിക്കാനോ നമുക്ക് സാധിക്കുകയില്ല. ഇത് മനസ്സിലാക്കി ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാന്റെ സേവകരായി സന്തോഷത്തോടു കൂടി ജീവിച്ച് സന്തോഷത്തോടു കൂടി തിരിച്ച് ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്, ഭഗവത്ഗീതയിൽ നിർദ്ദേശിക്കുന്നത്. അപ്പം ഈ ഭഗവത്ഗീത ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അവസാനം ഭഗവാൻ പറയുന്നത്, ഭഗവാന്റെ ഭക്തനാവുക, എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ച് ഭഗവാനെ ശരണം പ്രാപിക്കുക. ഇതാണ് ഭഗവാന്റെ ഭഗവത്ഗീതയിലെ നിർദ്ദേശം. അപ്പം ഇതൊക്കെ കേട്ടതിന് ശേഷം നിനക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ എന്ന് അർജുനോട് ഭഗവാൻ ചോദിക്കുന്നുണ്ട്. മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും പറഞ്ഞു കൊടുക്കാൻ ഭഗവാൻ തയ്യാറായത്. അപ്പോൾ അർജുനൻ അതിന് തിരിച്ച് മറുപടി പറയുന്നുണ്ട്. നഷ്ടോ മോഹ സ്മൃതിർലബ്ധ, 73-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ പറയുന്നു, നഷ്ടോ മോഹ സ്മൃതിർലബ്ധ തത്പ്രസാദാത്മയാച്ചിത സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ. അർജുനൻ പറയുന്നു, അങ്ങയുടെ ഉപദേശം കേട്ട സമയത്ത് എൻ്റെ എല്ലാവിധ സംശയങ്ങളും മാറി. എനിക്ക് ഒരുപാട് സംശയങ്ങളായിരുന്നു. ഞാൻ യുദ്ധം ചെയ്യണോ വേണ്ടയോ, ഞാൻ ജയിക്കണോ അല്ലെങ്കിൽ അവരെ ജയിക്കാൻ അനുവദിക്കണം, യുദ്ധം ചെയ്യുന്നത് പാപമല്ലേ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനെ നശിപ്പിക്കുന്നതല്ലേ, ഇതൊക്കെ ഞാൻ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ സംശയങ്ങളൊക്കെ മാറി. നഷ്ടോ മോഹ സ്മൃതിർലബ്ധ, എനിക്ക് അങ്ങയെക്കുറിച്ചുള്ള ബോധ്യം വന്നു. ഞാൻ അങ്ങ് പറയുന്നതാണ് കേൾക്കേണ്ടത്, ഭഗവാൻ പറയുന്നതാണ് ഞാൻ കേൾക്കേണ്ടത്, അതാണ് എൻ്റെ ധർമ്മം എന്നുള്ള ബോധ്യം എനിക്കുണ്ടായി. പ്രസാദാത്മയച്ചത്, അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ആ ബോധ്യം ഉണ്ടായത്. സ്ഥിതോസ്മി ഗതസന്ദേഹം, ഞാനിപ്പോ എൻ്റെ മനസ്സിലിപ്പോൾ ഉത്കണ്ഠകളൊന്നുമില്ല, എൻ്റെ മനസ്സ് ശാന്തമായിരിക്കുന്നു. കരിഷ്യേ വചനം തവ, അങ്ങ് പറഞ്ഞത് അനുസരിച്ച് ഞാൻ അതേപടി ചെയ്യാം എന്നാണ് ഭഗവത്ഗീത കേട്ട സമയത്ത് അർജുനൻ മറുപടി പറഞ്ഞത്. അങ്ങ് പറഞ്ഞതെല്ലാം എൻ്റെ മേന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞത് അതേപടി അതിനനുസരിച്ച് പ്രവർത്തിക്കാം എന്ന് അർജുനൻ പറഞ്ഞു. അപ്പം ഇതെല്ലാം, ഈ ഒരു സംവാദമെല്ലാം സഞ്ജയൻ കേൾക്കുന്നുണ്ട് കൊട്ടാരത്തിലിരുന്നുകൊണ്ട്. അദ്ദേഹം ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുന്നതാണ് 74-ാമത്തെ ശ്ലോകം മുതലുള്ള ശ്ലോകങ്ങൾ, അവസാന ശ്ലോകം വരെ. ഇത്യഹം വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മന സംവാദം ഇമം അശ്രോഷ്മം അത്ഭുതം രോമഹർഷണം. എനിക്കും വലിയ ഭാഗ്യമുണ്ടായി ഭഗവാന്റെ ഈ ഒരു സംവാദം, അർജുനന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഈ രഹസ്യോപദേശം കേൾക്കാൻ എനിക്ക് വലിയ ഭാഗ്യമുണ്ടായി. എങ്ങനെയാണ് ഭാഗ്യമുണ്ടായത്? 75-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, വ്യാസപ്രസാദാത് ശ്രുതവാനെ, വ്യാസദേവന്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ യുദ്ധഭൂമിയിൽ നടന്ന സംവാദം ഇവിടെ ഇരുന്ന് കേൾക്കാൻ സാധിച്ചത്. അത് വലിയൊരു ഭാഗ്യമാണ് എന്ന് പറയുന്നു. യോഗം യോഗേശ്വരാ കൃഷ്ണ സാക്ഷാത് കഥയത സ്വയം. കൃഷ്ണൻ വന്ന് കൃഷ്ണനെ കുറിച്ച് തന്നെ പറഞ്ഞു കൊടുക്കുന്നത്, ഭഗവാൻ നേരിട്ടിറങ്ങി വന്ന് ഭഗവാനെ കുറിച്ച് തന്നെയുള്ള രഹസ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് കേൾക്കാൻ സാധിച്ചു. അത് കേട്ട സമയത്ത് എന്താണ് തോന്നിയത് എന്നും 76-ാമത്തെ ശ്ലോകത്തിൽ സഞ്ജയൻ പറയുന്നുണ്ട്. രാജൻ സംസ്മൃത്യ സംവാദം ഇമം അദ്ഭുതം കേശവാർജുനയോ പുണ്യം ഹൃഷ്യാമി ജമുഹൃമോ. എനിക്ക് വീണ്ടും വീണ്ടും അത് ഓർക്കുന്ന സമയത്ത് വലിയ ആനന്ദം എനിക്ക് അനുഭവപ്പെടുന്നു. ആ സംവാദം കേൾക്കുന്ന സമയത്ത് ഭഗവാനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്ന സമയത്ത് എനിക്ക് വലിയ ആനന്ദം അനുഭവപ്പെടുന്നു എന്ന് പറയും.
ഇനി തച്ച സംസ്മൃത്യ രൂപം അത്യദ്ഭുതം ഹരേ വിസ്മയോ മേ മഹാൻ രാജൻ ദൃശ്യാമി ച പുനഃ പുനഃ. ആ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രൂപത്തിനെ ഓർക്കുന്ന സമയത്ത് തന്നെ എനിക്ക് അത്ഭുതമുണ്ടാകുന്നു, എനിക്ക് ആനന്ദം വർദ്ധിച്ചു വരുന്നു എന്ന് സഞ്ജയൻ പറയും. സഞ്ജയന് ഭഗവത്ഗീതയെ കുറിച്ചുള്ള അഭിപ്രായമാണ് അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അതിന്റെ മുന്നേ ഭഗവാൻ ഈ ഭഗവത്ഗീത പഠിക്കുന്നവരെ കുറിച്ചും പ്രചരിപ്പിക്കുന്നവരെ കുറിച്ചും ഭഗവാൻ പറയുന്നുണ്ട്. 70-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഈ ഭഗവത്ഗീത പഠിക്കുന്നത് ഒരു യജ്ഞമാണ്, ഭഗവാന് വേണ്ടിയിട്ടുള്ള യജ്ഞമായിട്ട് ഭഗവാൻ കണക്കാക്കും. ആരൊക്കെയാണോ ഭഗവത്ഗീത പഠിക്കുന്നത് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഭഗവത്ഗീത ഡിസ്കഷൻ എന്താണ്? ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു യജ്ഞമാണ്. 70-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, അധ്യേഷ്യതേച്ഛയ ഇമം ധർമ്മ്യം സംവാദമാവയോ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാമിതി മേമതി. ജ്ഞാനയജ്ഞം കൊണ്ട് അവരെന്നെ പൂജിക്കുകയാണ്. ഭഗവത്ഗീത പഠിക്കുന്നവരെന്താണ് ചെയ്യുന്നത്? ജ്ഞാനയജ്ഞം കൊണ്ട് ഭഗവാനെ പൂജിക്കുകയാണ്. അവരെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടവരാണ് എന്ന് ഭഗവാൻ. അപ്പൊ ഭഗവത്ഗീത പഠിക്കുന്നവരൊക്കെ, ഭഗവത്ഗീത സംസാരിക്കുന്നവരൊക്കെ, ഭഗവത്ഗീത കേൾക്കുന്നവരൊക്കെ, ഭഗവത്ഗീതയെ കുറിച്ച് ഡിസ്കഷൻ നടത്തുന്നവരൊക്കെ ഭഗവാന് വളരെ ഇഷ്ടപ്പെട്ട ഭക്തന്മാരാണ്. അപ്പൊ ഭഗവാന്റെ ഇഷ്ടപ്പെട്ടവനാകാനുള്ള ഒരു വഴിയാണ് ഭഗവത്ഗീത പഠിക്കുക എന്നുള്ളത്. അത് ജ്ഞാനയജ്ഞമാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഇനി ഭഗവാൻ ഈ ഭഗവത്ഗീത പ്രചരിപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നുണ്ട്. അറുപത്തിയൊമ്പതാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, നച്ച തസ്മാൻ മനുഷ്യേഷു കച്ചിന്മേ പ്രിയകൃത്തമ ഭവിതാന ചമേ തസ്മാൻ അന്യപ്രിയതരോപു. ഈ ഭഗവത്ഗീത പ്രചരിപ്പിക്കുന്ന വ്യക്തികൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ഈ ഭഗവത്ഗീത മറ്റുള്ളവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുക, ഭഗവത്ഗീതയിലെ ജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യം നമുക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ഭക്തനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടവനായിട്ട് ഈ ലോകത്തിൽ ആരുമില്ല എന്ന് ഭഗവാൻ പ്രഖ്യാപിച്ചു. അപ്പൊ ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവത്ഗീത പ്രചരിപ്പിക്കുന്ന ഭക്തനാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തൻ. നമ്മൾക്കും ഭഗവത്ഗീത മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ, ഭഗവത്ഗീതയിലെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയ ഒരു സേവനമാണ്. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സേവനമാണെന്ന് ഇവിടെ ഭഗവാൻ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും, എനിക്ക് ഭഗവത്ഗീത ശ്ലോകങ്ങളൊന്നും അറിയില്ല, അപ്പൊ ഞാൻ എങ്ങനെ ഭഗവത്ഗീത പ്രചരിപ്പിക്കും? നമുക്ക് അത് അറിയില്ലെങ്കിൽ പോലും ഭഗവത്ഗീത പ്രചരിപ്പിക്കാൻ സാധിക്കും. അതിനുള്ള വഴി ശ്രീല പ്രഭുപാദർ ചെയ്തിട്ടുണ്ട്. എന്താണ്? ഈ ഭഗവത്ഗീത മുഴുവൻ വിശദീകരിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇപ്പോഴും ഇതിലെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ സാധിക്കുന്നത്. അല്ലാതെ ഇന്ന് നമ്മൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ആചാര്യന്മാർ ഇത് വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ശ്രീലപ്രഭാതർ ഈ ഭഗവത്ഗീത യഥാരൂപം വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് വാങ്ങാൻ പ്രേരിപ്പിക്കുകയാണെങ്കിൽ അതും പ്രചാരണമാണ്. അത് ചെയ്യുന്നവരും ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഭഗവത്ഗീത നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിന്റെ ഗുണം എന്താണ് എന്ന് അവസാനത്തെ ശ്ലോകത്തിൽ സഞ്ജയൻ പറയുന്നുണ്ട്. സാധാരണഗതിയിൽ നമുക്ക് വലിയ കൺഫ്യൂഷനാണ്. ഈ ഭഗവത്ഗീത വീട്ടിൽ വെക്കാൻ പാടുണ്ടോ, വീട്ടിൽ വായിക്കാൻ പാടുണ്ടോ എന്നൊക്കെ സംശയങ്ങളാണ്. അപ്പം സഞ്ജയൻ എന്താണ് ഭഗവത്ഗീതയെ കുറിച്ച് പറയുന്നത്? എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാനീതിർ മതിർമമ. കൃഷ്ണാർജുനന്മാരുടെ തമ്മിലുള്ള ഈ സംവാദമുള്ള ഈ ഭഗവത്ഗീത എവിടെയാണ് നമ്മൾ വെക്കുന്നത്, അവിടെ എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്? തത്ര ശ്രീ, അവിടെ എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകും. ശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവി, അവിടെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകും. തത്ര ശ്രീ വിജയോ, അവിടെ എല്ലാവിധ വിജയം ഉണ്ടാകും, ഭഗവാന്റെ സപ്പോർട്ട് ഉണ്ടാകും, എല്ലാവിധ വിജയം ഉണ്ടാകും. ഭൂതിർ ധ്രുവാനീതിർ മതിർമമ, അവിടെ എല്ലാവിധ നീതിയും ഉണ്ടാകും, എല്ലാവിധ ധർമ്മങ്ങളും അവിടേക്ക് വരും എന്നാണ് പറയുന്നത്. ദിവസവും ഭഗവത്ഗീത വായിക്കുന്ന വീടുകളിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും വിജയവും ഉണ്ടാകുമെന്നാണ് സഞ്ജയൻ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ പറയുന്നത് ഭഗവത്ഗീത പ്രചരിപ്പിക്കുന്ന വ്യക്തികൾ, ഭഗവത്ഗീത മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വ്യക്തികൾ
വിതരണം ചെയ്യുന്ന വ്യക്തികൾ, ഇവരൊക്കെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളാണ് എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. അങ്ങനെ ഈ 18 അധ്യായങ്ങൾ നമ്മൾ ഒരു അവലോകനം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ അധ്യായത്തിൽ